ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. എന്നാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഫീമെയിൽസിന് എപ്പോഴും ഹോർമോണൽ ഇംബാലൻസുകളും ഹോർമോണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുന്നത് നോർമലാണ്. നമുക്കിപ്പോൾ പീരിയഡ്സ് ആകുമ്പോൾ പോലും നമുക്ക് പലതരം മൂഡ് സ്വിങ്സിലൂടെയും നമുക്ക് ഹോർമോണൽ ഇഷ്യൂസിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പിന്നെ പലരും ഫേസ് ചെയ്യുന്ന കാര്യമാണ് PCOD, PCOS ഒക്കെ. അപ്പോൾ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ശതാവരി പൗഡർ. ഇത് ഫീമെയിൽസിൽ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ഗുഡ് ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതിൽ കോപ്പർ, മഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം, പൊട്ടാസ്യം പോലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വുമൻസിൻ്റെ എല്ലാ സ്റ്റേജിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശതാവരി പൗഡർ ക്യൂൺ ഓഫ് ഹെർബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നമുക്കൊരു ലാബ് റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് പ്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ കുപ്പി തേന്, അതുപോലെ ഇതുപോലൊരു സ്പൂൺ ഉണ്ട് നമുക്കെല്ലാം അളന്നെടുക്കാനായിട്ട്. പിന്നെ നമുക്കൊരു ബ്രഷ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വിറ്റമിൻസും അതുപോലെ തന്നെ അസ്കോർബിക് ആസിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡ് കൊളസ്ട്രോൾ കൂടാനും ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. വുമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കും ഹോർമോണൽ ഇംബാലൻസ്, PMS, അതുപോലെ ക്രാംസ്, ബ്ലോട്ടിങ്, ഫ്ലൂയിഡ് റിട്ടൻഷൻ, അതുപോലെ തന്നെ പീരിയഡ്സ് റെഗുലർ അല്ലാത്തത്, പിന്നെ പ്രഗ്നൻസി ടൈമിൽ, അങ്ങനെ മൊത്തത്തിൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ സ്ട്രെസ്സ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒരു 1/4 ടീസ്പൂൺ മതി. ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് എക്സ്റ്റേണലി യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. പിഗ്മെന്റേഷൻ കറക്റ്റായിട്ടാവും, അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേന്, പാല്, റോസ് വാട്ടർ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു തേനാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നിലേക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്കൊരു യൂസർ മാനുവൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി ഇല്ലാത്ത വീടുകൾ അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. അപ്പോൾ നമ്മുടെ അഞ്ചിതൾ ചെമ്പരത്തി ഉണ്ടല്ലോ, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എൻ്റെ ചെറുപ്പത്തിലേക്ക് താളി ഇറക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വന്നത് ഈ ഒരു അഞ്ചിതൾ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവും ഇലയിട്ട് നമ്മൾ അരയ്ക്കാറുണ്ട്. പക്ഷേ ഈ അടുത്താണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ ചായ ആയിട്ട് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു അഞ്ചിതൾ ചെമ്പരത്തിയിൽ ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിത് ഹെർബൽ ടീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര കാപ്പി അഡിക്ഷനാണ് കേട്ടോ. കോഫി എനിക്കങ്ങനെ പെട്ടെന്ന് നിർത്താനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആദ്യമേ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കാനായിട്ട് ചെമ്പരത്തി ചായയാണ് ഉണ്ടാക്കി ട്രൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൂമ്പൊടിയും ഞെട്ടും അതൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഞാൻ ക്ലീൻ ആക്കി ആ ഒരു ഇതൾ മാത്രം എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ആ ഒരു കളർ ഇങ്ങനെ ഇളകി വരുന്നത് നമുക്കറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിൽ നിന്ന് അങ്ങനെ അത്ര വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളർ ഇതേ മാറി നല്ല റെഡ് കളറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ സ്ക്വാഷൊക്കെ കാണില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് തേനോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഹെർബൽ ടീ ആയതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ചേർത്തില്ല, തേനേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് തേൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു മധുരം കിട്ടും. പിന്നെ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടിടാം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെർബൽ ചായ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.